ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായും ആ വീഡിയോ കണ്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. എബവ് A+ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എബവ് ആവറേജ് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുട്ടികളും ഈ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നായിരിക്കും എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. എസ്എ ക്വസ്റ്റ്യൻസ് രണ്ട് ചാപ്റ്ററിൽ നിന്ന് മിക്സ് ചെയ്ത് ചോദിക്കാനും സാധ്യതയുണ്ട്. സോ വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ നമ്പർ 1 വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് എക്സാമിനേഷനുകളിൽ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം മോഡൽ എക്സാമിനേഷന് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1, f of x is a polynomial of degree 3. The graph of its derivative f prime x അല്ലെങ്കിൽ f dash x is given in the figure. f of x എന്ന് പറയുന്ന തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇത് ആരുടെ ഗ്രാഫാണ്? ഡെറിവേറ്റീവ് ഓഫ് f of x, അതായത് f dash x ന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. Find the interval in which f of x is strictly increasing or strictly decreasing. Justify your answer. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. f dash x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, f dash x ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, f dash x നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇവിടെ നോക്കി, ഈ ഗ്രാഫിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് വരുന്നത് എവിടെയാണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആണല്ലോ നെഗറ്റീവ് പോർഷൻ. എക്സ് ആക്സിന്റെ താഴെ ഏത് മുതൽ ഏത് വരെ? -1 മുതൽ 3 വരെ. എന്താണ്? ഓപ്പൺ ഇന്റർവെൽ -1,3ൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? നെഗറ്റീവ്. Therefore, in this interval the function is strictly decreasing. Very simple അല്ലേ? ഈ എക്സ് ആക്സിന്റെ താഴോട്ട് വരുന്നത് y വാല്യൂ നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്നത് ഓപ്പൺ ഇന്റർവെൽ -1,3ൽ. So f dash x less than 0 in open interval -1,3. Therefore, f of x is strictly decreasing in open interval -1,3. അടുത്ത ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്ന എവിടെയാണ്? ഇത് ഇപ്പുറത്തോട്ടാണ് അല്ലേ? അതായത് -∞ മുതൽ ഈ പോയിന്റ് വരെ ഓപ്പൺ ഇന്റർവെൽ -∞, -1 വരെ, ഇതുവരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ആ ഇന്റർവെലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അടുത്ത് നോക്കടാ, 3 മുതൽ ഇൻഫിനിറ്റി വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അഗൈൻ എബവ് എക്സ് ആക്സിസ് പോസിറ്റീവ് ആണ്. അപ്പോൾ 3,∞ ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ഇൻ these two intervals. Therefore, f of x is strictly increasing in open interval -∞, -1 and 3,∞. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ലാബിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളതാണ്. അടുത്ത്, ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് f of x. f of x ന്റെ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കാണണം. ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ നൽകുന്ന പോയിന്റ്സിനെ നമ്മൾ പറയുന്നത് ടേണിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അത് കിട്ടുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് ആണ് ടേണിംഗ് പോയിന്റ്സ്. അതായത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. അത് എക്സ് ആക്സിസുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? -1ഉം 3. ദീസ് ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. x is equal to -1 and x is equal to 3 are the critical points അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്സ്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ടേണിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ -1ഉം 3 ഈ പോയിന്റ്സ് ആണ് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും നൽകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്?
x is equal to a is a point of local maxima if a എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിയറസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. എ എന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. എ എന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മാക്സിമ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മാക്സിമ. അപ്പോൾ തിരിച്ചാണെങ്കിലോ അത് ലോക്കൽ മിനിമ ആയിരിക്കും. ഇനി സൈനിന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നെയ്തർ മാക്സിമ നോർ മിനിമ. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മാക്സിമയാണ്. ഇവിടെ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്? ആദ്യം ഈ പോയിന്റ് ചെക്ക് ചെയ്യാം. x is equal to -1. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? എബവ് x ആക്സ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അടുത്തെന്താണ്? ഇവിടെ എന്താണ്? റൈറ്റ് സൈഡിൽ ഈ -1 റൈറ്റ് സൈഡ് വരുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് താഴോട്ട് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ്, റൈറ്റ് സൈഡ് എന്താണ്? നെഗറ്റീവ്. അതായത് പോസിറ്റീവിൽ നിന്ന് എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ കണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ആ പോയിന്റ് ലോക്കൽ മാക്സിമ. അപ്പോൾ x is equal to -1 is a ലോക്കൽ മാക്സിമ. പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് എന്താണ്? x is equal to -1. സ്വാഭാവികമായും അടുത്ത കണ്ടീഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എന്താണ്? എയുടെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവും വലത് സൈഡ് പോസിറ്റീവുമാണോ? എയുടെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, 3യുടെ ലെഫ്റ്റ് സൈഡ് നോക്കടാ, 3യുടെ തൊട്ട് ലെഫ്റ്റ് എന്താണ്? ഡെറിവേറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡ് പോസിറ്റീവ്. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മിനിമ. സോ x is equal to 3 is a ലോക്കൽ മിനിമ. x is equal to 3 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓർത്താൽ മതി, മറ്റേ കണ്ടീഷൻ നേരെ റിവേഴ്സ് ഓർഡറിൽ ആണ് എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് the function given by f of x is equal to sin 3x, x element of closed interval 0, pi by 2 is increasing or decreasing. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോളിനോമിയൽ ഫംഗ്ഷൻ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ചോദിക്കാനാണ് സാധ്യത. ഇവിടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തീർച്ചയായും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, sin x plus cos x. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് പ്രാക്ടീസ് ചെയ്യുക, ഇതും പഠിക്കുക. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് f'(x). ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. sin 3x-ന്റെ ഡെറിവേറ്റീവ്, sin 3x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇത് x എന്ന് അസ്യൂം ചെയ്താൽ sin x-ന്റെ ഡെറിവേറ്റീവ് cos x, x-ന്റെ പ്ലേസ് 3x ഇൻറ്റു 3x-ന്റെ ഡെറിവേറ്റീവ് 3. സോ f'(x) 3 into cos 3x. ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് കെറ്റ് ചെയ്യുക. 3 cos 3x ഈക്വൽ ടു 0. 3 ഒരിക്കലും 0 ആകത്തില്ല. അപ്പൊ പിന്നെ എന്താ? cos 3x ഈക്വൽ ടു 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് cos x ഈക്വൽ ടു 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. അതായത് x എന്ന് പറയുന്നത് 1 പൈ ബൈ 2, 3 പൈ ബൈ 2, 5 പൈ ബൈ 2 എക്സെട്ര ആകാം. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ x എന്ന് അസ്യൂം ചെയ്തത് 3x അല്ലേ? അപ്പൊ cos x ഈക്വൽ ടു 0. അതായത് 3x ഈക്വൽ ടു, ഈ ഇക്വേഷൻ കിട്ടണമെങ്കിൽ x അതായത് 3x എന്ന് പറയുന്നത് 1 പൈ ബൈ 2 ആകാം, 3 പൈ ബൈ 2 ആകാം, 5 പൈ ബൈ 2 എക്സെട്ര ആകാം. ഇനി x കാണാൻ ഓരോന്നിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇത് 3x ആണ്. x is equal to പൈ ബൈ 6, 3 പൈ ബൈ 6, 5 പൈ ബൈ 6 എക്സെട്ര. നമുക്ക് എക്സിന്റെ വാല്യൂ എന്തിനും ഇടയ്ക്കാണ്? 0ക്കും പൈ ബൈ 2 ഇടയ്ക്കാണ്. അത് ഉൾപ്പെടെയാണ് ക്ലോസ്ഡ് ഇന്റർവൽ 0, പൈ ബൈ 2. അപ്പൊ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 180/6, 30 ഡിഗ്രി ഈ ഇന്റർവലിനകത്താണ്. അടുത്ത് പൈ ബൈ 2, അതായത് സിംപ്ലിഫൈ ചെയ്തിട്ട് 3/6 താഴെ 2 അല്ലേ, പൈ ബൈ 2. അതും നമുക്ക് എഴുതേണ്ടതുണ്ട്, കാരണം ക്ലോസ്ഡ് ഇന്റർവൽ ആകുമ്പോൾ പൈ ബൈ 2 ഇൻക്ലൂഡഡ് ആണ്. ഇത് എഴുതാൻ പറ്റുമോ? ഇത് എബവ് 90 ആണ്, അത് വേണ്ട. തുടർന്ന് അങ്ങോട്ടുള്ള വാല്യൂ എല്ലാം ഗ്രേറ്റർ ദാൻ 90 ആണ്, അത് സ്കിപ്പ് ചെയ്യാം. സോ ഈ ഇന്റർവലിനകത്തുള്ള ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൈ ബൈ 6ഉം പൈ ബൈ 2. അപ്പൊ ഈ രണ്ട് പോയിന്റ് x is equal to പൈ ബൈ 6 ആൻഡ് പൈ ബൈ 2 ഡിവൈഡ് ദ ഇന്റർവൽ ഇൻടു 2 ഡിസ്ജോയിന്റ് ഇന്റർവൽസ് അല്ലെ. 0, പൈ ബൈ 2നെ ഈ പോയിന്റ് 2 ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ഇന്റർവൽ എന്തായിരിക്കും? 0 മുതൽ പൈ ബൈ 6 വരെ ഒരു ഇന്റർവൽ, ദെൻ പൈ ബൈ 6 മുതൽ പൈ ബൈ 2 വരെ മറ്റൊരു ഇന്റർവൽ. 0 മുതൽ പൈ ബൈ 6 വരെ ഒരു ഇന്റർവൽ, പൈ ബൈ 6 മുതൽ പൈ ബൈ 2 വരെ മറ്റൊരു ഇന്റർവൽ. ശരിയല്ലേ? 0 to പൈ ബൈ 6, ദെൻ പൈ ബൈ 6 to പൈ ബൈ 2. ഈ രണ്ട് ഇന്റർവെല്ലും ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇൻ 0, പൈ ബൈ 6 ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 0, പൈ ബൈ 6. അപ്പോൾ എന്താണ്? 0, പൈ ബൈ 6 അല്ലേ. എക്സിന് ഞാൻ 0 കൊടുത്താൽ, cos 0 1, 1 into 3 3,
പോസിറ്റീവ് എന്ന് കിട്ടി. ഈ ഇന്റർവെലിനകത്ത് ഏത് വാല്യൂ കൊടുത്താലും ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവോ സീറോയോ കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore in this interval function is എന്താണ്? ഇൻക്രീസിങ്. ഇനി നെക്സ്റ്റ് ഇന്റർവൽ π/6, π/2. ഇവിടെ നമുക്ക് π/2 കൊടുക്കാം, π/2 കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ π/6 കൊടുക്കാം അല്ലെ. ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. π/6 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 0 കിട്ടും. അടുത്ത് π/6 അല്ലെങ്കിൽ π/6 π/2 കൊടുക്കാമല്ലോ. 90 കൊടുത്താൽ എന്ത് കിട്ടും? അത് π/2 അല്ലേ. അപ്പൊ 3π/2 cos 3π/2 വാല്യൂ -1 അതായത് -3 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് കിട്ടി അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ഇൻ ദിസ് ഇന്റർവൽ. എക്സിന് ഈ ഇന്റർവലിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? ഡിക്രീസിങ് എന്ന ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. മാക്സിമം വാല്യൂ ഓഫ് log x ഇൻ 1, e. ലോഗരിതമിക് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. log x ഈസ് ഡാഷ്. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ? അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. log x എന്ന് പറയുന്ന ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The volume of a cube is increasing at the rate of 8 cm³ per second. How fast is the surface area increasing when the edge is 10 cm long? ക്യൂബിന്റെ ഒരു എഡ്ജ് എക്സ് എന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് ബി ദ എഡ്ജ് ആൻഡ് വി ബി ദ വോളിയം, എസ് ഈസ് ദ സർഫസ് ഏരിയ. ക്യൂബിന്റെ സർഫസ് ഏരിയ എസ് എന്നിരിക്കട്ടെ. കൂടാതെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 cm³ per second. എഡ്ജ് 10 cm ആകുമ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ? ഇവിടെ സർഫസ് ഏരിയയിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് എന്താ കാണേണ്ട? ടൈം ആണ്. കാരണം വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടൈം ആണ് നൽകിയിട്ടുള്ളത്. സോ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല. ക്യൂബിന്റെ ഓരോ ഫേസും സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ x ഇൻറ്റു എക്സ് ആണ്, എക്സ് സ്ക്വയർ. അപ്പൊ 6 ഫേസ് ഉണ്ട് ക്യൂബിന്. സോ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല 6x². അത് അറിയണം. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി, ds/dt ഈക്വൽ ടു 6 കോൺസ്റ്റന്റ്, x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു dx/dt. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് അറിയാം, പക്ഷെ dx/dt അറിയോ? അറിയത്തില്ല. അത് കാണുന്നതിന് വേണ്ടി മറ്റൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. നമുക്ക് വോളിയം ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല എന്താണ്? x³ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ dv/dt ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു dx/dt. ഈ dv/dt വാല്യൂ 8. അടുത്ത 3x² ഡിവൈഡ് ചെയ്തു. 3 ഇൻറ്റു x² എത്രയാണ്? 100 ഈക്വൽ ടു dx/dt. ഈ dx/dt വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.2 cm² എന്ത് കിട്ടും? സെക്കൻഡ് എന്ന് കിട്ടും. Next, question number 5. Show that of all rectangles with the given perimeter, the square has maximum area. മാക്സിമ ആൻഡ് മിനിമയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് എ ക്യൂബ്, ടാൻ ഇൻവേഴ്സ് √2 എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷോ ദാറ്റ് ഓഫ് ഓൾ റെക്ടാംഗിൾസ് വിത്ത് ഗിവൺ പെരിമീറ്റർ. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ ആ റെക്ടാംഗിളിന്റെ ഏരിയ മാക്സിമം ആകുമ്പോൾ റെക്ടാംഗിൾ സ്ക്വയർ ആയി മാറും. അല്ലെങ്കിൽ റെക്ടാംഗിൾ എന്തായിരിക്കണം? സ്ക്വയർ ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ എന്ന് അസ്യൂം ചെയ്യുക. എന്താണ്? ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ആൻഡ് വൈ ബി ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. പെരിമീറ്റർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അത് നമ്മൾ 2c എന്ന് അസ്യൂം ചെയ്യുന്നു. പെരിമീറ്റർ ഈക്വൽ ടു 2c അല്ലെങ്കിൽ 2k എന്ത് വേണോ കൊടുക്കാം. ഇനി പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ കാണുന്ന ഫോർമുല 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? 2c. 2 ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി. വൈ ഈക്വൽ ടു എന്ത് കിട്ടി? c മൈനസ് എക്സ്. നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ ആണ് മാക്സിമം ഒന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഫംഗ്ഷൻ എ ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു വെഡ്ത്ത് എക്സ് ഇൻറ്റു വൈ. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, അതൊറ്റ വേരിയബിൾ ആക്കി മാറ്റണം. എക്സ് ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ്? c മൈനസ് എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ cx മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഏരിയ ഇൻ ടേംസ് ഓഫ് എക്സിൽ കിട്ടി. നൗ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എ ഡാഷ് ഇതിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ 1 എക്സ് സ്ക്വയറിന്റെ 2x. അപ്പൊ c മൈനസ് 2x ആ കിട്ടിയതിനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എ ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2x മൈനസ് 2. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുക ടേണിംഗ് പോയിന്റ് കാണുന്നതിന് വേണ്ടി. c മൈനസ് 2x ഈക്വൽ ടു 0, c ഈക്വൽ ടു 2x, x ഈക്വൽ ടു എന്താണ്? c/2.
ഈ ടേണിംഗ് പോയിന്റ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടു. ഇവിടെ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സ് ഉണ്ടോ? ഇല്ല. എക്സ് ഉണ്ടെങ്കിലാണ് സി ബൈ ടു, ഇല്ല എങ്കിൽ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടു ആകുമ്പോൾ എ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് -2 നെഗറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് ഒരു പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടേണിംഗ് പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് മാക്സിമം വാല്യൂ നൽകുന്നു. അതായത് ഈ ഫംഗ്ഷൻ ഏരിയ ഈസ് മാക്സിമം വെൻ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടു. ഫംഗ്ഷൻ ഈസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടു. കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ ഇവിടെ എക്സിന് സി ബൈ ടു കൊടുത്താൽ വൈ എന്ന് പറഞ്ഞാൽ സി മൈനസ് സി ബൈ ടു, വൈയും സി ബൈ ടു. അതായത് ഏരിയ മാക്സിമം ആകുമ്പോൾ എക്സും വൈയും ഈക്വൽ, ലെങ്തും വിഡ്ത്തും ഈക്വൽ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ മസ്റ്റ് ബി എ സ്ക്വയർ വെൻ ഏരിയ ഈസ് എന്താണ് മാക്സിമം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ നമ്പർ 1 സമാനമായ ക്വസ്റ്റ്യൻ. The graph of f of x and f dash x is given in the figure. Find the points of local maxima and local minima of f of x. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഈ താഴെ നൽകിയിട്ടുള്ളത്. അതിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ് ഈ നൽകിയിട്ടുള്ളത്. എങ്കിൽ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും ഏതൊക്കെ പോയിന്റിലാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഈ തന്നിട്ടാണ് അല്ലേ. അത് എക്സ് ആക്സുമായി കട്ട് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് അതാണ് ടേണിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ഇവിടെ ടേണിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് ആക്സുമായി കട്ട് ചെയ്യുന്ന പോയിന്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ രണ്ട് പോയിന്റുമായിരിക്കും ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം നൽകുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ലോക്കൽ മാക്സിമയാണോ ലോക്കൽ മിനിമയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തുടക്കത്തിൽ സൂചിപ്പിച്ചു. എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും ആണെങ്കിൽ, റൈറ്റ് സൈഡ് എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് ലോക്കൽ മാക്സിമ. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ലോക്കൽ മാക്സിമ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ നമ്മൾ എന്താ പറയണേ? ലോക്കൽ മാക്സിമ. ഇവിടെ നോക്കിയൊക്കെ 0യുടെ ലെഫ്റ്റ് എന്താണ്? മേളിലാണ്, പോസിറ്റീവ് ആണ്. അടുത്ത റൈറ്റ് സൈഡ് എന്താണ്? നെഗറ്റീവ്. പോസിറ്റീവിൽ നെഗറ്റീവിലേക്ക് വന്നു. അപ്പോൾ ലോക്കൽ മാക്സിമ എക്സ് ഈക്വൽ ടു 0 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇവിടെ എന്താണ്? നെഗറ്റീവ്. ഈ രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, രണ്ടിന്റെ റൈറ്റ് സൈഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ അതെന്താണ്? ലോക്കൽ മിനിമ. So x is equal to 2 is a local minima. Local minimum at x is equal to 2, local maximum at x is equal to എന്താണ്? 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്. Find the intervals in which f of x is strictly increasing or strictly decreasing. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. ഇവിടെ എവിടെയാണ് നെഗറ്റീവ് വരുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത് മുതൽ ഇതുവരെ, അതായത് 0 മുതൽ 2 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ബിലോ എക്സ് ആക്സിസ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? നെഗറ്റീവ്. അപ്പോൾ ഇൻ ദിസ് ഇന്റർവൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. അതായത് ഇൻ ഓപ്പൺ ഇന്റർവൽ 0,2 ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഇൻ ഓപ്പൺ ഇന്റർവൽ 0,2 ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ്, therefore decreasing. ഇനി ഏതൊക്കെ ഇന്റർവെല്ലാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്? നോക്കിക്കോ, ഈ ഇങ്ങേറ്റം -∞ മുതൽ ഇതുവരെ 0 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ -∞,0യിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്. അടുത്ത 2 മുതൽ ഇങ്ങോട്ട് ഇൻഫിനിറ്റി വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് പോസിറ്റീവ്. അപ്പോൾ 2,∞ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ്. അപ്പോൾ -∞,0 ആൻഡ് 2,∞ ഈ രണ്ട് ഇന്റർവെല്ലും ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. Therefore the function is strictly increasing in this interval. അടുത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യത്യസ്തമായി എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -1,4. എന്താണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്? നമ്മുടെ ടേണിംഗ് പോയിന്റ്സിലും നമ്മുടെ ഇന്റർവെലിന്റെ ഈ എക്സ്ട്രീം പോയിന്റ് -1 അതേപോലെ 4 ഈ പോയിന്റുകളിലെല്ലാം ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എവിടെ കിട്ടുന്നു അതാണ് അബ്സല്യൂട്ട് മാക്സിമം. എന്താണ്? ടേണിംഗ് പോയിന്റ് മാത്രമല്ല, ടേണിംഗ് പോയിന്റിലും അതേപോലെ നമ്മുടെ ഇന്റർവെലിന്റെ ലെഫ്റ്റ് ലിമിറ്റ്, അതായത് ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഏതാണോ മാക്സിമം അതാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏതാണോ ചെറുത് അതാണ് അബ്സല്യൂട്ട് മിനിമം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ -1 മുതൽ ഏതുവരെ? 4 വരെയാണ്. അപ്പൊ ഇത് മുതൽ ഇതുവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഈ -1ൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? y വാല്യൂ എത്രയാണ്? 10 ആണ്. അടുത്ത് ഈ 2 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 10.
ആ 2 എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ, ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഇനി വേറെ എവിടെയെങ്കിലും നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ടോ? നെഗറ്റീവ് വാല്യൂ മീൻസ് ഏറ്റവും മിനിമം വാല്യൂ -10 അതാണ് വരുന്നത് അല്ലേ. അപ്പൊ -10 രണ്ട് സ്ഥലത്ത് വരുന്നു, -1 വരുന്നു, ഇവിടെയും വരുന്നു. അപ്പോൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -10 at x is equal to -1 and x is equal to 2. ഈ ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ ഈ ഇന്റർവെലിനകത്ത് രണ്ട് സ്ഥലത്ത് കിട്ടുന്നു, ഒന്ന് -1 മറ്റൊന്ന് 2. സോ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്താണ്? -10 at x is equal to -1 and x is equal to 2. ഇനി ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എവിടെയാണ്? ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഇതിങ്ങനെ പോയി എവിടെ മാക്സിമം എവിടെയാണ്? ഇവിടെ. അത് എന്താണ്? 4 എന്ന് പറയുന്ന പോയിന്റിലല്ലേ. അപ്പൊ 4 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നോക്കുക, +10 എന്ന് കിട്ടും. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്താണ്? +10 at x is equal to 4. Finally, last question. Find maximum and minimum value of this function f of x equal to mod x plus 3. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾക്കറിയാം mod x plus 3 വി ഷേപ്പ് ആണ്, 3 യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് mod x plus 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇതിന്റെ മാക്സിമം വാല്യൂ അങ്ങ് വെക്കൊണ്ടേയിരിക്കില്ലേ? there is no maximum value. ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ. മിനിമം വാല്യൂ എത്രയാണ്? 3. സോ മിനിമം വാല്യൂ 3 അറ്റ് ഏതാണ്? x is equal to 0. സോ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കണ്ടെത്താൻ സാധിക്കും. മിനിമം വാല്യൂ എന്താണ്? 3. മാക്സിമം വാല്യൂ ഇല്ല. സോ മിനിമം വാല്യൂ 3 അറ്റ് ഏത് പോയിന്റ് ആണ്? ആ 3 കിട്ടുന്ന ഏത് പോയിന്റ് ആണ്? x equal to 0. നോ മാക്സിമം വാല്യൂ. ഇനി ഇതിന്റെ mod x plus 3 ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0,3 ആണെങ്കിൽ എന്ത് വരും? ആൻസർ 6 എന്ന് വരും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക, വെറുതെ പറഞ്ഞത് മാത്രം. ഏതോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സിന് 3 കൊടുക്കുമ്പോൾ mod x plus 3 അല്ലേ. എക്സിന് 3 കൊടുക്കുമ്പോൾ 3 plus 3 6 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0,3 അങ്ങനെയൊക്കെ ചോദിച്ചാൽ. ഓക്കെ, ശരി. സോ ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ്. തീർച്ചയായും ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിനുശേഷം മാത്രം സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.